രാത്രിയിൽ ട്രെയിനിൽ സുഖമായി ഉറങ്ങി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു വലിയ സന്തോഷ വാർത്തയുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ മാറ്റിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇനി പുതിയ രൂപത്തിൽ നമ്മളിലേക്ക് എത്തുകയാണ്. അതെ, ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ യാഥാർത്ഥ്യമാകുന്നു. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ ഈ കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വരുന്ന സെപ്റ്റംബറിൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിക്കും. ഇതുവരെ പകൽ സമയങ്ങളിൽ മാത്രം കണ്ടിരുന്ന ഈ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഇനി രാത്രി യാത്രകൾക്ക് ഒരു പുതിയ നിർവചനം നൽകും. രാജധാനി പോലുള്ള ട്രെയിനുകൾക്ക് ഒരു പുത്തൻ അതിവേഗ എതിരാളിയാണ് ഇവിടെ പിറവിയെടുക്കുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ കേട്ടാൽ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും. ഫസ്റ്റ് AC, 2 ടയർ AC, 3 ടയർ AC കോച്ചുകൾ അടക്കം 16 ബോഗികൾ ഉണ്ടാകും ഈ ട്രെയിനിൽ. മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ കുതിക്കാൻ ഇതിന് സാധിക്കും. അതായത് രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ രാത്രികാല യാത്രാനുഭവമായിരിക്കും ഇത്. ഇനി സൗകര്യങ്ങളുടെ കാര്യത്തിലേക്ക് വരാം. ഓരോ ബർത്തിലും പുസ്തകം വായിക്കാനുള്ള ലൈറ്റുകളും ഫോൺ ചാർജ് ചെയ്യാൻ USB പോർട്ടുകളും ഉണ്ടാകും. യാത്രയ്ക്കുടനീളം ഓട്ടോമാറ്റിക് അറിയിപ്പുകളും ഡിജിറ്റൽ സ്ക്രീനുകളും സഹായത്തിനുണ്ടാകും. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക സൗകര്യങ്ങളുള്ള ബർത്തുകളും ടോയ്ലറ്റുകളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത അതൊന്നുമല്ല. ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായി ഫസ്റ്റ് AC കോച്ചുകളിൽ ചൂടുവെള്ളത്തിൽ കുളിക്കാനുള്ള ഷവർ സൗകര്യം ഒരുക്കുന്നു എന്നതാണ് ഈ ട്രെയിനിന്റെ ഹൈലൈറ്റ്. ബാംഗ്ലൂരുവിലെ BEML-ഉം ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും ചേർന്നാണ് ഈ ലോകോത്തര ട്രെയിൻ നിർമ്മിക്കുന്നത്. നിലവിൽ 10 ട്രെയിനുകളുടെ പണിപ്പുരയിലാണ്. ഈ പുതിയ ട്രെയിനുകളുടെ പരിപാലനത്തിനായി ബാംഗ്ലൂരുവിൽ ഒരു പുതിയ വർക്ക്ഷോപ്പും റെയിൽവേ സ്ഥാപിക്കുന്നുണ്ട്. ഇത് കാണിക്കുന്നത് ഈ പദ്ധതിക്ക് രാജ്യം എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതാണ്. അതുകൊണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ വെറും ഒരു പുതിയ ട്രെയിൻ മാത്രമല്ല, ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വലിയ കുതിച്ചുചാട്ടമാണ്. വേഗതയും സുഖ സൗകര്യങ്ങളും ഒരുമിപ്പിച്ച് നമ്മുടെ രാത്രികാല യാത്ര ഒരു വിമാനയാത്രയ്ക്ക് സമാനമായ അനുഭവമാക്കി മാറ്റാൻ ഇതിന് സാധിക്കും. ഈ പുത്തൻ ട്രെയിനിനായുള്ള നിങ്ങളുടെ കാത്തിരിപ്പിനെ കുറിച്ചും പ്രതീക്ഷകളെ കുറിച്ചും താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശകലനത്തിനുമായി മണി ന്യൂസ് മലയാളം ഫോളോ ചെയ്യുക. നന്ദി.